ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു eureka. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കലണ്ടർ കമ്പോണന്റ് എങ്ങനെയാണ് ഒരു വിൻഡോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കമ്പോണന്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ വിൻഡോ ബിൽഡർ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതാ നമുക്ക് ഈ പാലറ്റ് വരും. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് ടെക്സ്റ്റ് ഫീൽഡോ റേഡിയോ ബട്ടണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കലണ്ടർ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം ഇവിടെ ഒരു ലേഔട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അബ്സല്യൂട്ട് ലേഔട്ട് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വലിച്ച് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിടണ്ട. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് വിട്ടാൽ മതി കേട്ടോ. അല്ലാതെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നമ്മൾ വരണ്ട. ഓക്കെ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാനൊരു ഇപ്പോൾ ഡേറ്റ് പിക്കർ നമ്മൾ സാധാരണ കലണ്ടർ ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്? നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് ഒക്കെ ഒരു ഫോമിൽ വേണം, അങ്ങനെയുള്ളപ്പോഴല്ലേ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ചെറിയൊരു ഫോം പോലെ ക്രിയേറ്റ് ചെയ്യുകയാണ്, നെയിമും ഡേറ്റ് ഓഫ് ബർത്തും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയിമിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇതാ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. അപ്പോൾ ഇത് എൻ്റെ നെയിം മേടിക്കാനുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡാണ്. കുറച്ച് സൈസൊക്കെ ഇതാ ഇവിടെ വേണേൽ വലുതാക്കി കൊടുക്കാം. ഇനി ഇതിന് എന്തെങ്കിലും ഒരു ലേബൽ കൊടുക്കണ്ടേ? അപ്പം ഞാനിവിടെ ലേബൽ കൊടുക്കുകയാണ്. അതായത് ഇവിടെ നെയിം എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റ് ഫീൽഡ് മാത്രം ആഡ് ചെയ്താൽ പോരാ, നമ്മളിവിടെ ലേബലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ജെ ലേബൽ എടുക്കുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അതായത് ഇത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതാ ഈ സൈഡിൽ കണ്ടോ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കാണിക്കും. ഇതാ ഇത് വേണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ടാക്കി കൊടുക്കാം. ഇതാ ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്കിവിടെ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഈ പ്രോപ്പർട്ടീസ് വരും. ഇതാണെങ്കിൽ ഇതാ ഇവിടെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. ഫോണ്ട് വേണമെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ടൈംസ് ന്യൂ റോമൻ ആക്കി കൊടുക്കാം, ഒരു 30 സൈസൊക്കെ കൂട്ടി കൊടുക്കാം, പിന്നെ ബോൾഡ് ആക്കാം. അപ്പോൾ അതാ ഇവിടെ അതിനനുസരിച്ച് മാറ്റം വരും. എന്നിട്ട് ലേബലിൻ്റെ അവിടെ നമുക്ക് എന്തെങ്കിലും പുതിയ പേര് കൊടുക്കണമല്ലോ. ഇതാ അവിടെ ടെക്സ്റ്റ് എന്ന് കിടക്കുന്നുണ്ടോ, അവിടെ ന്യൂ ലേബൽ എന്നാണ് കിടക്കുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് നെയിം കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ അത് മാറി നെയിമായി. അപ്പോൾ ഇത് ഒരുപാട് സൈസ് കുറവാണ്, നമുക്കിതാ കുറച്ചുകൂടെ സൈസ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാനൊരു 18 കൊടുക്കുകയാണ്. ഓക്കെ, ഇതാ ഇപ്പോൾ വലുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് നീക്കാം. അപ്പോൾ ഞാൻ നെയിം കൊടുത്തു. ഇനി എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കലണ്ടറല്ലേ ഡേറ്റ് പിക്കർ കൊടുക്കണമല്ലോ. അപ്പോൾ അതാ ഞാൻ എന്താ ഈ കമ്പോണൻറ്റ് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിനകത്തില്ല, നമ്മുടെ കലണ്ടർ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ബ്രൗസറിൽ വന്നിട്ട് jcalendar കൊടുത്താൽ മതി. jcalendar jar file 2@tr.com എന്ന് വന്നത് കണ്ടോ, അവിടെ നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. ഇതാ അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. നമുക്കപ്പോൾ ഇത് താഴോട്ട് ഡ്രാഗ്, അതായത് ഇപ്പോൾ ആ ജാർ ഫയൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെയാണെന്നാണ് ഈ കാണിക്കുന്നത്. അതാ പല രീതിയിലുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അതാ ലേറ്റസ്റ്റ് റിലീസ് വെർഷൻ നടക്കുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഇതവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്, കുറച്ച് ടൈം എടുക്കും. ഇതാ ഇത് ഡൗൺലോഡായി. അപ്പം നമുക്കിത് എവിടെയാണെന്ന് നോക്കാം. ഇതാ ഇവിടെ ഡൗൺലോഡ്സിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് എൻ്റെ C ഡ്രൈവിൽ കൊണ്ടിടുകയാണ്. പേസ്റ്റ് ചെയ്തു. ഇനി ഇത് ഇവിടുന്ന് നമുക്ക് എക്സ്ട്രാക്ട് ഓൾ കൊടുക്കാം, അൺസിപ്പ് ചെയ്യാം. അതായത് അൺസിപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാർ ഫയൽ ഈ കമ്പോണൻറ്റിൻ്റെ അവിടെ ആയിട്ടല്ലേ വരേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇമ്പോർട്ട് ജാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുക്കുക. എന്നിട്ട് ജാറിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ അതാ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ സിസ്റ്റം കൊടുക്കുക. ഇപ്പം എൻ്റെ എവിടെയാണ് കിടക്കുന്നത്, ഞാൻ സിക്കകത്ത് ഞാനിപ്പോൾ കോപ്പി ചെയ്ത് C കൊണ്ടുവന്ന് ഇട്ടല്ലോ. സിക്കകത്ത് ഇതാ jcalendar 1.4 എന്ന് കിടപ്പോട്ടെ. അതിനകത്ത് ലിപ്പിനകത്ത് ഇതാ ജാർ ഫയൽസ് ഉണ്ടോ, ഇത് ഫുൾ എനിക്ക് വേണം. അപ്പോൾ ജസ്റ്റ് കൺട്രോൾ ഇതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഞാൻ കൊടുത്തു, ഓപ്പൺ. എന്നിട്ടിത് സെലക്ട് ഓൾ കൊടുക്കുക. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത ജാറ്, അങ്ങനെ ആ ഫുൾ ജാറ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ വീണ്ടും കമ്പോണൻറ്റ് വന്നിട്ട് ഇമ്പോർട്ട് ജാറ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫയൽ സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ ഇത് ആദ്യത്തെ കൊടുത്തല്ലോ, ഇനി രണ്ടാമത്തത്. ഇപ്പോൾ ഇതെല്ലാം സെലക്ട് ആയിട്ട് നമ്മൾ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് റീഫ്രഷ് കൊടുക്കണം. ഇവിടെ ഫയലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റീഫ്രഷ് കൊടുത്താൽ മതി.
ഇപ്പോൾ റീഫ്രഷ് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് കൂടെ വന്നിട്ടുണ്ട്. ഡേ ചൂസർ ഉണ്ട്, മന്ത് ചൂസർ ഉണ്ട്, അങ്ങനെ ഒരുപാടെണ്ണം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഓരോന്നും നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡേ ചൂസർ എടുത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടാൽ മതി. ഇവിടെ കൊടുത്തു ഡേ ചൂസർ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു കലണ്ടർ ഇതുപോലാണ് വരുന്നത്. ഇനി മന്ത് ചൂസർ എന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ ഡേറ്റ് ചൂസർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഡേറ്റ് ചൂസർ വരും. പിന്നെ ഇയർ ചൂസർ ഉണ്ട്. അപ്പം നമുക്ക് സാധാരണ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണമെങ്കിൽ എന്താണ്, ഈ ഡേറ്റ് പിക്കർ മതി അല്ലേ. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കലണ്ടർ നമുക്ക് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇവിടുന്ന് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ അത് എന്തൊക്കെയാണെന്ന് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഡേ ചൂസർ നടക്കില്ലേ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. ഇവിടെ ഡിലീറ്റ് കൊടുത്താൽ അത് പൊക്കോളും. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിവിടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കൊരു ലേബൽ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലേബൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാൻ വേണമെങ്കിൽ സൈസൊക്കെ ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് ഇവിടെ ന്യൂ ലേബലിൻ്റെ പേര് നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് വന്നോളും. അതായത് ഇപ്പോൾ ഇങ്ങോട്ട് കുറച്ച് നീക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫോണ്ട് വേണമെങ്കിൽ ഒന്ന് മാറിക്കൊടുത്താൽ മതി. ഇവിടെ വന്നിട്ട് നമുക്ക് ടൈംസ് ന്യൂ റോമൻ തന്നെ കൊടുക്കാം, ബോൾഡ് കൊടുക്കാം, ഒരു 18 കൊടുക്കാം. അപ്പം അതുപോലെ വന്നു. ഇപ്പം കുറച്ച് ഇങ്ങോട്ട് നീക്കാം. ഇപ്പം നെയിം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെങ്ങനെ സാധാരണ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് വേറെ നമുക്ക് റൺ ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. ഇപ്പം നമ്മൾ സേവ് ചെയ്തിട്ട് മേളത്തെ ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് കൊടുത്താൽ മതി. നെയിം വന്നു, ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പം നമുക്ക് ഇവിടുന്ന് ഡേറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് 2000 ആണെങ്കിൽ 2000 ഏപ്രിൽ 3 എന്ന് കൊടുക്കാം. കണ്ടോ, അപ്പം ഇങ്ങനെ വന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ് പിക്കർ. അപ്പം ഇത് പല മോഡൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടുണ്ട്. ഇപ്പോൾ ഡേ ചൂസർ ഉണ്ട്, ജcalendar ഉണ്ട്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.